പബ്ലിക് ഹിയറിംഗ് എന്നാൽ 2006 എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നോട്ടിഫിക്കേഷനിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്പെറൻസി പ്രൊസീജിയറാണ്. പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കാൻ സാധ്യതയുള്ള മേജർ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായി ഒഫീഷ്യൽസ് മാത്രം തീരുമാനമെടുക്കാതെ പൊതുജനങ്ങൾക്കും അതിൻ്റെ പരാതികളോ അതിൻ്റെ ആവശ്യകതയോ സൂചിപ്പിക്കാനുള്ള രേഖപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഈ പബ്ലിക് ഹിയറിംഗിലൂടെ നൽകുന്നത്. ആ അവസരം ശരിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് തരാനുള്ള ഒരു ഉപദേശം. കൂടാതെ ഇത് യുണൈറ്റഡ് ഗ്രാനൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്സ് കരിങ്കൽ ക്വാറി കുന്നത്താട് താലൂക്കിൽ മഴവന്നൂർ വില്ലേജിൽ മഴവന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് നടത്തുന്നത്. ഇതിന് മുൻപായിട്ട് ഈ പബ്ലിക് ഹിയറിംഗിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ക്വാറിയുടെയൊക്കെ പബ്ലിക് ഹിയറിംഗിൽ പരാതികളും ഒക്കെ വരാറുണ്ട്. അപ്പം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് വളരെ വ്യക്തമായിട്ട് ചുരുക്കി മാത്രം ആ പരാതികൾ പറയുക. നിങ്ങളുടെ ഉദ്ദേശം, അതായത് ഒരു പരാതി ആണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ, തർക്കമോ ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം അത് സ്പെസിഫൈ ചെയ്ത് റെഗുലേറ്ററി ഏജൻസിക്ക് കൊടുക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് ആണ്, തടസ്സപ്പെടാതെയൊക്കെ നോക്കേണ്ടതുണ്ട്. അതിനുള്ള ഏജൻസിയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം സഹകരിച്ച് ഇതിൻ്റെ പ്രോജക്ട് പ്രൊപ്പോണന്റ് വിവരണം കേട്ടതിന് ശേഷം ഇതിൻ്റെ പരാതികളോ ഫേവറായിട്ടോ ഒക്കെ ഉള്ളത് നിങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ കർത്തവ്യം മാഡം ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ അഫ്സാന പർവീൺ IAS മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. അധ്യക്ഷ മാഡമാണ്. ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പേര് ബൈജു, MA ബൈജു, ചീഫ് എഞ്ചിനീയർ, എറണാകുളം സോൺ. നമുക്ക് നേരെ പബ്ലിക് ഹിയറിംഗിലേക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഇവിടെ എത്തിയിരിക്കുന്ന മാഡത്തിനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒഫീഷ്യൽസിനും ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റ് വിശിഷ്യ ഇതിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പൊതുജനങ്ങൾക്കും ഓൺലൈനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ പദ്ധതി വിവരണം മാഡം നൽകുന്നതാണ്. മാഡത്തിനെ ക്ഷണിച്ചോളൂ. United Granites and a granite building stone quarry minor mineral mining project and Bandpeta ഇത് ഒരു പബ്ലിക് ഹിയറിംഗ് ആണ്. ഈ പ്രോജക്റ്റ് കുന്നതുണാട് താലൂക്കിലെ മുറുവനൂർ ഗ്രാമത്തിലും അരക്കപ്പാടി ഗ്രാമത്തിലും കിടക്കുന്നു. മുറുവനൂർ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 29 ആണ്. അരക്കപ്പാടി വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 28 ആണ്. ഇതിന്റെ മൊത്തം ഏരിയ ഏകദേശം 5 ഹെക്ടയർ ആണ്. ഇതിന്റെ ബന്ധപ്പെട്ട അഡ്വർടൈസ്മെന്റ് പേപ്പറിലെ 16 ഫെബ്രുവരിയിലെ ഓൾറെഡി പ്രഖ്യാപിച്ചതാണ്. ഇന്നത്തെ മീറ്റിംഗിന്റെ മിനിറ്റ്സ് നമുക്ക് സ്റ്റേറ്റ് എൻവയറൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയിലേക്ക് കൊടുക്കാം. ഇപ്പൊ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ തരാം. കാരണം ഇപ്പൊ ഓൾറെഡി ഇലക്ഷൻ ഡിക്ലെയർ ആയിട്ടുണ്ട്. കുറെ ആൾക്ക് ഒരു സംശയം ഉണ്ടാവും ki ഇലക്ഷൻ ഡിക്ലറേഷനിന് ശേഷം മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ സമയത്ത് ഇങ്ങനെയുള്ള ഹിയറിംഗ് പോസിബിൾ ആണോ, അത് കറക്റ്റ് ആണോ? ഇതിന്റെ ഒറ്റ ആൻസർ മാത്രമാണ്, ഈ ഹിയറിംഗില് നമുക്ക് ഏതെങ്കിലും തീരുമാനം ഒന്നും ഉണ്ടാവില്ല, എടുക്കാനില്ല. നമ്മുടെ മീൻസ് വി ആർ നോട്ട് ടേക്കിംഗ് എനി ഡിസിഷൻ. ഈ ഡിസിഷൻ സ്റ്റേറ്റിന്റെ ഡിസിഷൻ ഉണ്ടോ? ഇതൊരു നോർമൽ ആക്ടിവിറ്റി മാത്രമാണ്. ഇതിന്റെ മിനിറ്റ്സ് നമുക്ക് കൊടുക്കാം. ആ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റിന്റെ എൻവയറമെന്റൽ ക്ലിയറൻസ് വരും, എത്രയേ ഉള്ളൂ. സോ ദിസ് ക്യാൻ ബി കണ്ടക്ടഡ് ഈവൻ ഡ്യൂറിംഗ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. അതിന്റെ പ്രശ്നമൊന്നും ഇല്ല. ഇപ്പൊ സ്റ്റാർട്ടിങ്ങില് ഈ കമ്പനിന്റെ റിപ്രസെന്റേറ്റീവ് ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ആ പ്രസന്റേഷനിന്റെ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ സെഷൻസിലേക്ക് നമുക്ക് പോകാം. സോ ഇഫ് യു ആർ ഹാവിംഗ് എനി കൺസേൺസ്, എനി ഒബ്ജെക്ഷൻസ്, എനി ക്വസ്റ്റ്യൻസ്, all of you are invited to raise your concerns and then we will read out the minutes of meeting before you. So ഇതാണ് സ്റ്റാർട്ടിങ്ങിലെ ഒരു പ്രസന്റേഷനിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു.
Good morning, madam. Good morning, sir. I'm Dr. A. Damodaran, representing on behalf of Ecotech Labs, and I'm expert in mining and AI concepts. Sir. Sorry, I'm speaking in English, and my local person will be speaking in Malayalam. Just I will give a small introduction and what is the impact. So, the EIA notification 2006 முதல்ல வரும்போது all development projects has to go through the public consultation, which is category A mainly and few of B1. இப்போ நம்மள பார்க்குற மைன் அது 5 ஹெக்டர் சேஷம் 2018 பிறகு 5 ஹெக்டர் மேலே 25 ஹெக்டருக்குள்ள 500 கிலோமீட்டர் 500 மீட்டர் ரேடியஸில் வேற ஏதாவது மைனிங் இருந்தாலும் அது பப்ளிக் ஹியரிங்கில் மினிஸ்ட்ரி ஆஃப் என்விரான்மெண்ட் ஃபாரஸ்ட் கவர்மெண்ட் ஆஃப் இந்தியா ஹாஸ் பீன் இன்க்ளூடட் இன் தட். ஸோ அந்த சேஷம் இந்த மைனிங் 5 ஹெக்டருக்குள்ளது இஸ் கம்மிங் அண்டர் பப்ளிக் ஹியரிங். அப்படின்னா மோர் தென் 25 ஹெக்டர்ஸ் only it will come in the public hearing. இது ஆல்ரெடி 20 வருஷத்துக்கு முன்பு ஆரம்பிச்ச ஒரு கிரானைட் குவாரியா. இட்ஸ் நாட் a நியூ குவாரி, இட் இஸ் நாட் a fresh quarry, it is a brown field. அதாவது நியூ குவாரி என்றால் it will be called as a green field, and it's a old quarry, it is called a brown field. So for last 20 years with the complaints of the Tamil Nadu Kerala Pollution Control Board, they are running this quarry, madam. So due to these new regulations of 2018, less than 25 hectares also has to be in cluster situation. Cluster என்றால் இது 5 ஹெக்டர், இதுக்கு 500 மீட்டர் ரேடியஸ்க்குள்ள வேற ஒரு 2-3 மைனிங் 5 ஹெக்டருக்கு மேலே வரும்போது அது கிளஸ்டர் சென்ட்ரேஷன் வந்துடுது. ஸோ அது செக்ஷன் ஏ நாம்ஸ் படி இது பப்ளிக் ஹியரிங்குள்ள வந்துடுது. ஸோ மேஜர் இம்பாக்ட் ஹியர் டெக்னிக்கலி வி ஸ்பீக்கிங் மைனிங் பிளான் எவ்ரி திங் பிளாஸ்டிங் என்றால் ஓகே. மேஜர் இம்பாக்ட் பப்ளிக் ஹியரிங் என்றால் என்ன? பப்ளிக் ஹியரிங்ல பப்ளிக்கோட உங்களுடைய பங்களிப்பு என்ன, நாங்கள் உங்களுக்கு என்ன சொல்லணும், தட் இஸ் த மெயின் இம்பார்ட்டன்ட் திங். உங்களுக்கு எந்த புரியணும். மெயினாக இது ஒரு மைனிங் ஆக்டிவிட்டி, ஒரு கிரானைட் குவாரி மைனிங் ஆக்டிவிட்டி. இவட மைனிங் பண்ணும்போது எந்த மாதிரி பிரச்சனை பப்ளிக் டிஸ்டர்ப் ஆகும்? என்விரான்மெண்ட், காற்று, லேண்ட் என்விரான்மெண்ட், ஏர், சாயில், எக்காலஜி. ஸோ இந்த மாதிரி இந்த அத்தனை 5 என்விரான்மெண்ட்டும் எப்படி டிஸ்டர்ப் ஆகும் போது இல்லை எப்படி ஆகுமா? அப்படி ஆகும்போது மைனிங் ஆகிய பண்றாங்க, அது எப்படி இல்லாமல் அந்த டிஸ்டர்ப் இல்லாமல் with low impact, how we are going to do the mining activities with low impact with the recent technologies and air pollution control equipments with mitigation measures we are going to do. So இதுதான இன்றைய எங்களுடைய எக்ஸ்பிளனேஷன் ஆகும். இதோட டோட்டல் எக்ஸ்டென்ட் 4.713 ஹெக்டர். நாங்கள் டெப்த், டோட்டல் டெப்த் இட் இஸ் இன் ஹில் சைட், ஒரு மலையாதனம். அதில் ஆல்ரெடி 20 மீட்டர் டெப்த் we have quarried for last 24 years. இது செகண்ட் லிஸ்ட், திஸ் இஸ் செகண்ட் லிஸ்ட். From here we are going to 60 meter ASML 110 60 meter depth we are going depth with 5 meter bench, with the 5 meter and depth 5 meter. So the bench will be maintained so as to avoid, and the bench வந்து ஈஸி மைனிங் ஆகும், எந்த ஒரு டேஞ்சரஸ் அங்கே இருக்கிற லேபருக்கு எந்த ஒரு டேஞ்சரஸ் ஆகாத ஒர்க் பண்ணுறதுக்கும். ஸோ ப்ராப்பர் பெஞ்ச் வச்சு இது பண்ண போகிறாங்க. அது மாதிரி இதுக்கு யூஸ் பண்ணுற பிளாஸ்டிங் டெக்னாலஜி, அதில் இப்போ ரீசெண்ட் அட்வான்ஸ்டு டெக்னாலஜி இன் பிளாஸ்டிங் வி ஆர் ஃபாலோயிங், விச் வில் பி த இம்பாக்ட் அப் டு ஒன்லி 15 to 30 meters. So it will not, the vibrations will not go beyond 30 meters. So main thing, so மெயினாக வந்து இப்போ இருக்கிற டெக்னாலஜி யூஸ் பண்ணி அதனோட அதிர்வுகள், அந்த நில அதிர்வுகள் அந்த மைனிங்ல இருந்து ஒரு 15-20 மீட்டருக்குள்ள கம்மியா வர மாதிரி தான் அந்த டெக்னாலஜி, பிளாஸ்டிங் டெக்னாலஜியும் கம்மியான வெடிபொருளை யூஸ் பண்ணி பண்றதுக்கான ஒரு டெக்னாலஜி இதில் ப்ரொபோஸ் பண்ணியிருக்காங்க. இதை மெயினாக பிளாஸ்டிங் பண்ணும்போது தூசு எவ்வளோ வரும், சத்தம் எவ்வளோ வரும், அந்த அதிர்வு எவ்வளோ வரும், இதை வந்து எவ்ரி டே எல்லா நாளுமே அதை கணக்கிட்டு அவங்க மைனிங் ஏரியாவில் ஒரு போர்டு விச் வில் பி கனெக்டட் டு கேரளா பொல்யூஷன் கண்ட்ரோல் போர்டு டு மானிட்டர் த ரிசல்ட்ஸ் ஆஃப் வைப்ரேஷன் PM 2.5. PM 2.5 அந்த டஸ்ட், அந்த தூசி நம்ம சுவாசிக்கக்கூடிய அந்த தூசி போயிடும். ஸோ அதை மானிட்டர் பண்ணுறதுக்கான கம்ப்ளைண்ட்ஸ் பண்ணுவாங்க. மேக்ஸிமம் தென் டிராஃபிக், அதை டிரான்ஸ்போர்ட் பண்ணுறக்கூடிய அந்த வண்டிகள் அந்த வில்லேஜ் ரோடு வழியா ஹவு இட் வில் பாஸ் அ வில்லேஜ் ரோடு அண்ட் ரெகுலேஷன் இன் த டிராஃபிக் சிஸ்டம் டு கேரி அவுட் த மைனிங். அது ஒரு டைமிங்கில் தான் அது கேரி அவுட் பண்ணணும். ஸோ இந்த மாதிரி நிறைய மிட்டிகேஷன் மெஷர்ஸ் எடுத்திருக்கோம். ஸோ இப்போ தி டீடைல்ஸ் மை கலீக் வில் பி எக்ஸ்பிளைனிங் த மலையாளம். தேங்க்யூ மேடம். യുണൈറ്റഡ് ഗ്രാനൈറ്റ്സ് എന്ന നിർദ്ദിഷ്ട ക്വാറി മുഴുവനൂർ വില്ലേജിലും അറക്കിപ്പടി വില്ലേജിലുമായി ഏകദേശം 4.7134 ഹെക്ടറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്വാറിയുടെ ലെറ്റർ ഓഫ് ഇന്റന്റ് 2016 ജനുവരി 21 ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈനിങ് ആൻഡ് ജിയോളജിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതും
അത് പ്രകാരം മൈനിങ് ചെയ്യുന്നതിനുള്ള മൈനിങ് പ്ലാൻ 2017 സെപ്റ്റംബർ 20 ലഭിച്ചിട്ടുള്ളതുമാകുന്നു. നിർദ്ദിഷ്ട ക്വാറിയുടെ ഖനനം ചെയ്യുന്നത് 5 മീറ്റർ ഉയരത്തിലും 5 മീറ്റർ വീതിയിലുമുള്ള നിശ്ചിത ബെഞ്ച് രൂപത്തിലായിരിക്കും. ബെഞ്ച് എന്തിനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ വളരെ ചെങ്കൂത്തായിട്ട് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ടാണ് 5 മീറ്റർ ബൈ 5 മീറ്റർ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ആയിട്ടുള്ള ബെഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. പദ്ധതിയുടെ ലഘുവിവരണം ഇതാണ്. അക്ഷാംശം, രേഖാംശം എന്നിവ ഇത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 120 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നുള്ള മാക്സിമം ഉയരവും 50 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നുള്ള മിനിമം ഉയരവുമാണ് ആ പ്രദേശത്തിനുള്ളത്. ഭൂപ്രകൃതി വന്ന് ഏകദേശം കുന്നിൻ പ്രദേശമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ വിനിയോഗം അതൊരു സ്വകാര്യ ഭൂമിയാണ്. ഭൂവിസ്തൃതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും അടുത്തുള്ള ദേശീയപാത എറണാകുളം തേക്കടി പാതയും അത് 2.2 കിലോമീറ്റർ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ധനുഷ്കോടി കൊച്ചി പാത 8 കിലോമീറ്റർ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ 15 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് 14.5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായും സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും അടുത്തുള്ള പട്ടണം പട്ടിമറ്റവും എറണാകുളം ടൗൺ 20.15 കിലോമീറ്റർ സൗത്ത് വെസ്റ്റ് സൈഡിലുമായി സ്ഥിതി ചെയ്യുന്നു. പരിയാർ നദി, മൂവാറ്റുപുഴയാർ, അതുപോലെ തന്നെ ജലസേചന കനാൽ ഇതെല്ലാമാണ് പദ്ധതിയോട് ചേർന്നുള്ള കുളങ്ങളും തോടുകളും. അതുപോലെ തന്നെ ഈ പദ്ധതി പ്രദേശത്തിന്റെ 15 കിലോമീറ്ററിനുള്ളിലായി യാതൊരു തരത്തിലുള്ള പ്രഖ്യാപിത വന്യജീവി സങ്കേതമോ പക്ഷി സങ്കേതങ്ങളോ ഒന്നും തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഭൂചലന മേഖല 3, അതായത് മോഡറേറ്റ് ഹസാർഡ് സോൺ, കേരളത്തിലെ മാക്സിമം ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 75 to 80% ഏരിയ എല്ലാം ഈ പറയുന്ന മേഖല നമ്പർ 3 ഉൾപ്പെടുന്നതാണ്. ആകെ പദ്ധതി ചെലവ് 4.5 കോടിയായി കണക്കാക്കിയിട്ടുണ്ട്. മൈനിങ്ങിന്റെ കാലാവധി 17 വർഷത്തേക്കാണ് മൈനിങ്ങിന്റെ കാലാവധി കണക്കാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ആവശ്യകത, ഏതൊരു രാജ്യത്തിന്റെയും ഡെവലപ്മെന്റ് അവിടെയുള്ള അതിന്റെ ആഭ്യന്തര ഉൽപാദന മൂല്യത്തിനെയും അതുപോലെ തന്നെ ക്രയവിക്രയ ശേഷിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിനെല്ലാം ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, ബിൽഡിംഗ്, റെയിൽ, എയർപോർട്ട്, ഇതിന്റെ എല്ലാം അനുബന്ധ വികസനങ്ങളും അതിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള അനുബന്ധ വികസനങ്ങൾ നടക്കുന്നതിന് വേണ്ടി അസംസ്കൃത വസ്തുക്കൾ, ഈ റോഡിനാണെങ്കിലും ബിൽഡിങ്സിനാണെങ്കിലും റെയിൽവേ ലൈനാണെങ്കിലും എല്ലാം അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞ കരിങ്കല്ല്, ഇഷ്ടിക, മണൽ, സിമന്റ് എന്നീ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളാണ്. ഈ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് മെയിനായിട്ടും ഈ ഖനനം നടക്കുന്നത്. ഇന്ത്യയുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ കൊമേഴ്സ്യൽ ക്യാപിറ്റലായ കൊച്ചിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഈ പെരുമ്പാവൂർ ഏരിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ നിലവിലുള്ള ഈ പദ്ധതി കെട്ടിട നിർമ്മാണം അതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് പ്രോജക്റ്റിന്റെ ഒരു ലൊക്കേഷൻ മാപ്പ്. അതായത് കുന്നത്തുനാട് താലൂക്കിൽ മുഴവന്നൂർ പഞ്ചായത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കോറിയുടെ ചിത്രമാണ് ഈ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഉപഗ്രഹ ചിത്രവും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഉപഗ്രഹ ചിത്രത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി കോറിയുടെ കിടപ്പ് എങ്ങനെയാണ്, അവിടെ എത്രമാത്രം മൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ നിന്ന് കാണാം. അതുപോലെ തന്നെ ഭൂഗർഭ ശേഖരം, എത്രമാത്രം ജിയോളജിക്കൽ റിസർവ്, എത്രമാത്രം കരിങ്കല്ല് നമുക്ക് ഖനനം ചെയ്തെടുക്കാം എന്നുള്ളത് കണക്കാക്കുന്നതിന് വേണ്ടി പരിച്ഛേദ രീതി ഈസ് നത്തിങ് ബട്ട് സെക്ഷണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അത് കണക്കാക്കുന്നത്. എത്രമാത്രം ഏരിയ ഉണ്ടോ ആ ഏരിയനെ പ്രഭാവം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വ്യാപ്തത്തിൽ കരിങ്കല്ല്, എത്ര വോളിയം കരിങ്കല്ല് എടുക്കാൻ പറ്റുമെന്നുള്ളത് കണക്കാക്കാൻ സാധിക്കും. ആ വോളിയത്തിനെ കരിങ്കല്ലിന്റെ സാന്ദ്രതയായ 2.5 മെട്രിക് ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം അല്ലെങ്കിൽ എത്ര മെട്രിക് ടൺ കരിങ്കല്ല് ഖനനം ചെയ്തെടുക്കാമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരം രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള മൈനബിൾ റിസർവ് ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. ആ എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് 2 സെക്ഷനാണ് മെയിൻ ആയിട്ടുള്ളത്, സെക്ഷൻ എ, സെക്ഷൻ ബി. നെക്സ്റ്റ് സ്ലൈഡ്. ഇതിൽ ആകെ ഉള്ള
മൈനബിൾ റിസർവും അതുപോലെ തന്നെ ലോക്ക്ഡ് റിസർവ്, അവിടെ ഉള്ള മാക്സിമം ജിയോളജിക്കൽ റിസർവ് 28,83,600 മെട്രിക് ടൺസും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് മൈൻ ചെയ്തെടുക്കാവുന്ന റിസർവ് 24,30,785 ടണ്ണുമാണെന്ന് കണക്കാക്കിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. അധിക ധാതുശേഖരം, അതായത് അധികമുള്ള റിസർവായി നമ്മൾ ഈ പറയുന്ന 2 സെക്ഷൻ, മെയിൻ ആയിട്ട് അവിടെ 2 സെക്ഷൻ ലൈനാണ് എടുത്തേക്കുന്നത്, 2 പരിച്ഛേദങ്ങളാണ് എടുത്തേക്കുന്നത്. ആ 2 പരിച്ഛേദങ്ങളിലുമായി ടോട്ടൽ റിസർവ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ പട്ടികയിൽ കാണുന്നു. ആകെയുള്ള അധിക റിസർവ് വരുന്നത് 6,75,045 ടൺ ആകുന്നു. ഇതില് മൈൻ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മൈനിങ് ലീസ് ഏരിയ നമുക്ക് കറക്റ്റ് ബൗണ്ടറി വരെ ഒരിക്കലും മൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 7.5 മീറ്റർ എന്നുള്ള ഒരു ബഫർ സോൺ നിലനിർത്തിക്കൊണ്ടായിരിക്കും എപ്പോഴും മൈൻ ചെയ്യുന്നത്. ഒന്ന് സേഫ്റ്റി, രണ്ടാമത്തത് എന്താ വെച്ചാൽ എൻവയൺമെന്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഫർ സോണിലായിരിക്കും നമ്മൾ മരങ്ങളെല്ലാം നട്ടുപിടിച്ച് ക്വാറി ആക്ടിവിറ്റി നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉണ്ടായേക്കാവുന്ന പൊടിപടലങ്ങളെല്ലാം അബ്സോർബ് ചെയ്യാനും അവിടുത്തെ ലോക്കലായിട്ടുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഈ ബഫർ സോൺ പ്രൊവൈഡ് ചെയ്യുന്നതും ബഫർ സോണിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും. ഇതിൽ നിന്ന് ടോട്ടൽ നമുക്ക് ഈ ക്വാറി ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്വാറിയും ആ ക്വാറിക്ക് നിലവിൽ 2 ലീസ് ഇരുന്നു. രണ്ടാമത്തെ ലീസ് ഇപ്പൊ ഏകദേശം തീരാറായിട്ടുണ്ട്. രണ്ടാമത്തെ ലീസിന്റെ കാലാവധിയിൽ 2015 മുതൽ 2017 വരെയുള്ള കാലാവധിയിൽ 1,15,628 ടൺസ് മൈൻ ചെയ്തിട്ടുണ്ട്. ഈ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ബാക്കിയുള്ള മൈനിങ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,15,157 മെട്രിക് ടൺ മൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് എക്സിസ്റ്റിംഗ് ലീസിൽ മൈൻ ചെയ്തിട്ടുള്ള മൈൻഡ് ഔട്ട് റിസർവിന്റെ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് സ്ലൈഡ്. ടോട്ടൽ ഈ പ്രസ്തുത പദ്ധതിയുടെ മൈൻ പ്ലാൻ 17 വർഷത്തേക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ 17 വർഷം 1,40,000 മെട്രിക് ടൺസ് എന്ന തോതിൽ 17 വർഷത്തേക്ക് 23,15,157 മെട്രിക് ടൺസ് മൈനബിൾ റിസർവ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളതും ഈ പറയുന്ന പ്രതിവർഷം 1,40,000 ടൺ എന്ന തോതിൽ മാത്രമേ ഈ പ്രസ്തുത മൈനിങ് ഏരിയയിൽ മൈനിങ് നടത്തുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇതിന്റെ എൻവയൺമെന്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂപ്രകൃതി ഒരു റിഡ്ജ് ആണ്, ശരിക്കും ഒരു കുന്നുപോലുള്ള ഏരിയ. കോണ്ടൂർ ലെവൽസ് വരച്ചെടുത്തിട്ട് നമ്മൾ അതിന്റെ ഇപ്പോഴത്തെ നിലയിലുള്ള സ്ലോപ്പും കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ഈ മൈൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഖനിധാതുവിന്റെ നെടുകയാണ് പരിച്ഛേദങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. ദെൻ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ, അതായത് എങ്ങനെയാണ് ഖനനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതായത് ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വാറി, ഇത് ഓൾറെഡി ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വാറിയാണ്. അതുകൊണ്ട് തന്നെ അല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്വാറിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേലെ നമ്മൾ സാധാരണ കാണുന്ന പാറയുടെ മുകളിലായിട്ട് മേൽമണ്ണ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ ഈ ക്വാറിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മേൽമണ്ണില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന മേൽമണ്ണെല്ലാം നീക്കം ചെയ്ത് ഒരു ഭാഗത്ത് റിസർവായി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മേൽമണ്ണായിരിക്കും നമ്മൾ ഇനി വരുന്ന ഗ്രീൻ ബെൽറ്റ് ഡെവലപ്മെന്റ്, അതായത് ഈ ക്വാറിക്ക് ചുറ്റുമുള്ള 7.5 മീറ്റർ ഏരിയയിൽ വരുന്ന ഗ്രീൻ ബെൽറ്റ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ക്വാറിയിങ് ആക്ടിവിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശം റീഫിൽ ചെയ്യാനൊക്കെയാണ് ഈ മേൽമണ്ണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല കരിങ്കല്ല്, പ്രത്യക്ഷമായി കാണുന്ന കരിങ്കല്ല് പൊട്ടിക്കുന്നതിന് വേണ്ടി ജാക്ക് ഹാമർ ഉപയോഗിച്ച് ഏകദേശം 1.5 മീറ്റർ ഡെപ്തിൽ ഹോൾ അടിച്ച് ആ ഹോളിലേക്ക് നൈട്രേറ്റ് അർദ്ധദ്രാവക രീതിയിലുള്ള വെടിത്തിരയും മിശ്രിതം കലർത്തി വെടിപൊട്ടിച്ചിട്ടാണ് നമ്മൾ പാറ ഖനനം ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഖനനം ചെയ്തെടുക്കുന്ന പാറയുടെ ആ ബ്ലോക്കിനെ ഫർദർ ഈ എർത്ത് ബ്രേക്കേഴ്സും അതുപോലെ തന്നെ റോക്ക് ബ്രേക്കേഴ്സും എല്ലാം ഉപയോഗിച്ച് വീണ്ടും പൊടിച്ചതിന് ശേഷം തൊട്ടടുത്ത ക്രഷർ യൂണിറ്റുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള ക്വാറിയിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന പദ്ധതി പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. വെടിപൊട്ടിക്കുന്നു, പാറ മെയിൻ ബ്ലോക്ക് അടർന്നു വീഴുന്നിട്ടുള്ള മെയിൻ ബ്ലോക്കിനെ നമ്മൾ ഫർദർ ഈ റോക്ക് ബ്രേക്കേഴ്സ് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്ത റോക്ക് മുഴുവൻ ടിപ്പർ വഴി
തൊട്ടടുത്ത ക്രഷർ യൂണിറ്റിലേക്കോ തൊട്ടടുത്ത കൺസ്ട്രക്ഷൻ ഏരിയയിലേക്കോ ഉപയോഗിക്കുന്നു. പിന്നെ ഇത്തരം കോറിങ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എന്തായാലും വർക്കേഴ്സ് ഉണ്ടാവും. വർക്കേഴ്സിന് വേണ്ടിയും അതുപോലെ തന്നെ കോറിങ് ആക്ടിവിറ്റി നടക്കുമ്പോൾ പൊടിപടലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം സപ്രസ് ചെയ്യുന്നതിനും പിന്നെ ഈ പറയുന്ന ഗ്രീൻ ബെൽറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനെല്ലാം നമുക്ക് ജലത്തിന്റെ ആവശ്യകതയുണ്ട്. ആ ജലത്തിന്റെ ആവശ്യകതയാണ് ഈ കണക്കാക്കിയിരിക്കുന്നത്. അത് പ്രതിദിനം 15,000 ലിറ്റർ ജലത്തിന്റെ ആവശ്യകത അവിടെ കണക്കാക്കിയിട്ടുണ്ട്. ഏകദേശം അതിൽ 1,000 ലിറ്റർ ജലം കുടിവെള്ളത്തിന്റെ ആവശ്യത്തിനും കുടിക്കുന്നതിനും മറ്റു ഉള്ള ഗാർഹിക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ പൊടി ശമനത്തിനായി 12 KL അതായത് 12,000 ലിറ്റർ വെള്ളം ഡെയിലി ഉപയോഗിക്കുന്നു. ഹരിതവലയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി 2,000 ലിറ്റർ വെള്ളം പ്രതിദിനം ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഖനനം ചെയ്യുന്ന ഏരിയയിൽ മഴക്കാലത്തുണ്ടാവുന്ന മേജർ പ്രോബ്ലമാണ് മൈൻ ഡ്രെയിനേജ്. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മൾ നന്നായി പ്ലാൻ ചെയ്തില്ല എങ്കിൽ വെള്ളത്തിന് തോന്നിയ രീതിയിലൊക്കെ ഒലിച്ചു പോകും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിച്ച് ആ പോയിന്റിൽ ഈ മൈനിങ് ഏരിയയിൽ ഉണ്ടാവുന്ന വേസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ അവക്ഷിപ്തങ്ങളെല്ലാം ഒരു സിൽട്ടിംഗ് പോണ്ടിൽ വന്ന് ആ സിൽട്ടിംഗ് പോണ്ടിൽ നിന്ന് തെളിഞ്ഞ വെള്ളം മാത്രമായിരിക്കും പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ട്രീം അരുവികളിലേക്കെല്ലാം പോകുന്നത്. ഇതിനുവേണ്ടി ഈ മൈൻ ഡ്രെയിനേജ് വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മൈനിങ് നടത്തുന്നതിന് വേണ്ടി വൈദ്യുതിയുടെ ആവശ്യകത തീരെ തന്നെ ഇല്ല. മാത്രമല്ല മൈനിങ്ങിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് എർത്ത് മൂവേഴ്സ്, റോക്ക് ബ്രേക്കേഴ്സ് ഇതിനെല്ലാം മണിക്കൂർ ഒന്നിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഏകദേശം 16 ലിറ്ററോളം ഡീസൽ ആവശ്യകത ആണ് ഇന്ധനത്തിന്റെ ആകെ അവിടെ കണക്കാക്കുന്ന ഇന്ധനത്തിന്റെ ആവശ്യകത ഉള്ളത്. ഭൂമിയുടെ ഉപയോഗ രീതി അല്ലെങ്കിൽ ലാൻഡ് യൂസ് പാറ്റേണിനെ നമ്മൾ വിനിയോഗം, ഖനനത്തിന് മുമ്പ്, ഖനന സമയത്ത്, ഖനനത്തിന് ശേഷം എന്നുള്ള രീതിയിൽ ഈ കാണുന്ന പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 4.7134 എന്ന ഏരിയ കൃത്യമായി ഹരിതവലയത്തിന് വേണ്ടി ഏകദേശം 0.6194 ഹെക്ടേഴ്സ് ഏരിയ ഹരിതവലയത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇത് ഖനന പ്രക്രിയ എല്ലാം കഴിഞ്ഞതിന് ശേഷം 4.0127 ഹെക്ടർ സ്ഥലമാണ് റിക്ലൈംഡ് ലാൻഡ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഈ ഖനനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമുള്ള മാൻ പവർ അല്ലെങ്കിൽ മാനവശേഷി നമുക്ക് 4 രീതിയിലുള്ള മാൻ പവർ ആണ് ഇവിടെ ആവശ്യം. വിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യമുണ്ട്, വിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യമുണ്ട്, അർദ്ധവിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അവിദഗ്ധർ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ്. ഇതാണ് ടോട്ടൽ 23 നമ്പർ ഓഫ് സ്റ്റാഫിനെ നമുക്ക് ഈ പ്രതിദിന മൈനിങ് പ്രക്രിയയിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഖരമാലിന്യ നിർമ്മാർജ്ജനം ഈ പറയുന്ന 23 എംപ്ലോയീസിനും വേണ്ടിയുള്ള ഖരമാലിന്യത്തിന്റെ അളവ് കണക്കാക്കിയിട്ടുണ്ട്. ആ അളവാണ് 11.25 കിലോഗ്രാം ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതും നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മാലിന്യമാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ബയോഡിഗ്രേഡബിൾ അതായത് ജൈവമായിട്ടുള്ള മാലിന്യങ്ങൾ ഏകദേശം 40%, അജൈവ മാലിന്യങ്ങൾ 60% കണക്കാക്കിയിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിഷ്കർഷിച്ചിരിക്കുന്ന 0.45 കിലോഗ്രാം പെർ ക്യാപിറ്റ പെർ ഡേ എന്ന തോതിലാണ് മാലിന്യങ്ങളുടെ അളവ് കണക്കാക്കിയിട്ടുള്ളത്. മൈനിങ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രോപകരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വന്ന് ഹൈഡ്രോളിക് എക്സ്കവേറ്റർ, ഏകദേശം 2 ഹൈഡ്രോളിക് എക്സ്കവേറ്ററും ഒരു 15 ടൺ ടിപ്പറും ഒരു ജാക്ക് ഹാമർ, അതുപോലെ തന്നെ 125 KVA കപ്പാസിറ്റി ഉള്ള ഒരു DG സെറ്റ്, ഒരു 1500 HP കപ്പാസിറ്റി ഉള്ള ഒരു റോക്ക് ബ്രേക്കേഴ്സ്, ഇതെല്ലാമാണ് ഇതിന്റെ ഇവിടെ മൈനിങ് നടത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. പാരിസ്ഥിതിക ആഘാതം പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിസ്ഥിതിയുടെ അടിസ്ഥാന ഗുണനിലവാരം
മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത വളരെയേറെയാണ്. അതിനുവേണ്ടി സൂക്ഷ്മ ഭൗമാന്തരീക്ഷം, മൈക്രോ മെറ്റീരിയോളജിക്കൽ സ്റ്റഡി, അതുപോലെ തന്നെ ലാൻഡ് യൂസ് സ്റ്റഡി, വായു, ശബ്ദം, മണ്ണ്, ജീവി വൈവിധ്യം, സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി എന്നിവ നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. മൈക്രോ മെറ്റീരിയോളജിക്കൽ സ്റ്റഡിയിൽ ഉയർന്ന താപനില 28.1 ഡിഗ്രി സെൽഷ്യസ് മുതൽ 31.14 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴ്ന്ന താപനില 23.2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയും ആപേക്ഷിക ആർദ്രത ഹ്യൂമിഡിറ്റി 68% മുതൽ 89% വരെയും കാറ്റിന്റെ വേഗത 6.7 കിലോമീറ്റർ മുതൽ 10.9 കിലോമീറ്റർ പെർ അവർ എന്ന രീതിയിലും കണക്കാക്കിയിട്ടുണ്ട്. വായുവിന്റെ ഗുണനിലവാരം മനസ്സിലാക്കുന്നതിന് വേണ്ടി PM10, PM2.5, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, നൈട്രജന്റെ ഓക്സൈഡുകൾ, ഇതാണ് മെയിനായിട്ട് നമ്മൾ സാമ്പിൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അനാലിസിസ് റിപ്പോർട്ട് പ്രകാരം ഇതെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിഷ്കർഷിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിനുള്ളിൽ തന്നെ ആണെന്നും അത് ഇപ്പോൾ ക്വാറിയിങ് നടന്നിരുന്ന ഏരിയ ആണെങ്കിലും അതൊരിക്കലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡിനെ എക്സീഡ് ചെയ്യുന്നില്ല എന്നുള്ളതും ഈ സ്റ്റഡിയിൽ നിന്ന് വ്യക്തമാണ്. ശബ്ദത്തിനെ പറ്റി സ്റ്റഡി ചെയ്തതിൽ ഏകദേശം ഡേ ടൈം നോയിസ് ലെവൽ 34 ഡെസിബിൾസ് മുതൽ 53.7 ഡെസിബിൾ വരെയും രാത്രി 53.7 ഡെസിബിൾസ് എന്ന രീതിയിലാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. ജലത്തിന്റെ ക്വാളിറ്റി മെഷർ ചെയ്തതിൽ ഏകദേശം 5 സാമ്പിളുകൾ ശേഖരിക്കുകയും ഈ സാമ്പിളുകളിലെ ശരാശരി pH 6.82 മുതൽ 6.92 വരെ, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഒക്കെ pH എന്ന് പറഞ്ഞാൽ 6.5 മുതൽ 8.5 വരെയാണ്. അപ്പൊ അതിനുള്ളിൽ തന്നെയാണ് അതിന്റെ ക്വാളിറ്റിക്കൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അതുപോലെ തന്നെ TDSന്റെ നില 85 മില്ലിഗ്രാം മുതൽ 230 മില്ലിഗ്രാം വരെ, അതും ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു വാല്യൂ ആണ്. അതുപോലെ തന്നെ ക്ലോറൈഡിന്റെ കോൺസെൻട്രേഷൻ ആണെങ്കിൽ 19.9 മില്ലിഗ്രാം മുതൽ 31.9 മില്ലിഗ്രാം വരെയും. ഈ പറഞ്ഞ പാരാമീറ്റർ എല്ലാം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഭൂഗർഭജലത്തിന്റെയും സർഫസ് വാട്ടറിന്റെ ഉപരിതല ജലത്തിന്റെയും എല്ലാം ക്വാളിറ്റി ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ മണ്ണിന്റെ ഘടന പരിശോധിച്ച് മണ്ണിന്റെ ഗുണനിലവാരം വിലയിരുത്തിയിട്ടുള്ളതും ആ മണ്ണ് നമുക്ക് കൃഷിക്കാൻ യോജ്യമായിട്ടുള്ളതാണെന്നും ഈ റിസൾട്ടിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ള അവിടുത്തെ ജൈവ വൈവിധ്യം, ഈ കുന്നിൻ പ്രദേശം ആയതുകൊണ്ട് തന്നെ കുന്നിൻ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സസ്യജാലങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും വംശനാശം സംഭവിച്ചതോ അല്ലെ വംശനാശം സംഭവിക്കാനിരിക്കുന്നതായോ ആയിട്ടുള്ള യാതൊരുവിധ സസ്യജന്തു ജീവജാലങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ഗ്രീൻ ബെൽറ്റ് ഡെവലപ്മെന്റ് എല്ലാം ഈ പറയുന്ന ഒരു ജൈവ വൈവിധ്യത്തെ ബന്ധപ്പെടുത്തിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി, സോഷ്യോ എക്കണോമിക് എൻവയൺമെന്റ്, ഈ ഒരു പദ്ധതി മൂലം ഏകദേശം 23 പേർക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ജോലി ലഭിക്കുകയും കൂടാതെ ഏകദേശം 50-60 പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ജോലി ലഭിക്കാൻ സാധ്യമാവുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ ഈ പ്രവൃത്തിയുടെ ഭാഗമായി നടക്കുന്ന കോർപ്പറേറ്റ് എൻവയൺമെന്റൽ റെസ്പോൺസിബിലിറ്റി പ്രകാരം ആ പരിസരത്ത് ആ പ്രദേശത്തുള്ള പള്ളിക്കൂടങ്ങൾ, ആശുപത്രികൾ, മറ്റ് പൊതു ഇടങ്ങൾ ഇവയെല്ലാം നവീകരിക്കാനും അവിടുത്തെ റോഡുകളുടെ നവീകരണത്തിനെല്ലാം എല്ലാ ഫണ്ടും ഇവര് CSR ആക്ടിവിറ്റി അല്ലെങ്കിൽ CR ആക്ടിവിറ്റിയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. പുനരധിവാസം പുനഃസ്ഥാപനം, ഈ ഒരു പ്രോജക്റ്റ് സ്വകാര്യ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നതായതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ലാൻഡ് അക്വിസിഷനോ ലാൻഡ് അക്വയർമെന്റോ ഇവിടെ നടക്കുന്നില്ല. ഹരിതവലയ വികാസം, ഗ്രീൻ ബെൽറ്റ് ഡെവലപ്മെന്റിനായിട്ട് ഏകദേശം 3500ഓളം സാപ്ലിങ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മാത്രമല്ല ഇതിനെല്ലാം മോർ ദാൻ 60% സർവൈവൽ റേറ്റ് ഉള്ള രീതിയിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 6.6194 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് അറ്റ് ദ
എൻഡ് ഓഫ് മൈൻ പീരീഡ്, അതായത് ഈ മൈനിങ് പീരീഡിന്റെ അവസാനമാകുമ്പോഴേക്കും ഏകദേശം 0.6194 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് നമ്മൾ ഗ്രീൻ ബെൽറ്റ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആന്റിസിപ്പേറ്റഡ് എൻവയൺമെന്റൽ ഇമ്പാക്ട്, ഉണ്ടായേക്കാവുന്ന പ്രകൃതി എൻവയൺമെന്റൽ ഇമ്പാക്റ്റുകളാണ് ഈ കാണിച്ചേക്കുന്നത്. പ്രധാനമായും ഇത് വായു അതുപോലെ തന്നെ ശബ്ദം എന്നീ രണ്ട് എൻവയൺമെന്റിലാണ് കൂടുതലും ആഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. വായു ആണെങ്കിൽ മൈനിങ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന പൊടിപടലങ്ങൾ ആണ് മേജർ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. പിന്നെ വരുന്നത് ശബ്ദം, മൈനിങ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാവുന്ന ശബ്ദം. ഈ വായുവിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ ഏരിയകളാണോ ഹോൾ റോഡ്സ്, ബ്ലാക്ക് ടോപ്പൻ ചെയ്യാത്ത റോഡുകൾ, അത്തരം ഏരിയകളിലും അതുപോലെ തന്നെ മൈനിങ് സൈറ്റുകളിലും കൃത്യമായ ഇടവേളകളിൽ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ട് വായുവിന്റെ ഉദ്ദമനം കുറയ്ക്കുന്ന രീതിയിലുള്ള എല്ലാ മെഷേഴ്സും എടുക്കുന്നതാണ്. മാത്രമല്ല നോയിസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അവിടെ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സും പൊല്യൂഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ളതും എല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണെന്നുള്ള രീതിയിലും നിലനിർത്തിക്കൊണ്ടായിരിക്കും ശബ്ദം നമ്മൾ നിയന്ത്രിക്കുന്നത്. മാത്രമല്ല ഈ കോറിയിങ് ഏരിയയുടെ ചുറ്റും കോറിയിങ് നടക്കുന്ന അതേ സമയത്ത് തന്നെ അതിനോട് കൂടെ ചേർന്നുകൊണ്ട് തന്നെ ഗ്രീൻ ബെൽറ്റുകളുടെ വികസനം നടത്തുന്നതായിരിക്കും. കൂടാതെ തന്നെ ഈ പറയുന്ന എൻവയൺമെന്റൽ ആക്ടിവിറ്റീസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നതിനും അത് വ്യക്തമായി നടപ്പിലാക്കുന്നതിനും വേണ്ടി പദ്ധതിയുടെ ഭാഗമായി തന്നെ ഉള്ള ഒരു എൻവയൺമെന്റൽ മോണിറ്ററിംഗ് സെൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ എൻവയൺമെന്റൽ മോണിറ്ററിംഗ് സെല്ലിന്റെ പ്രധാനപ്പെട്ട ചുമതല ചുറ്റുവട്ടത്തെ പാരിസ്ഥിതിക സ്ഥിതി വിലയിരുത്തലും ഹരിതവലയം സംരക്ഷിക്കലും മിതമായ ജലത്തിന്റെ ഉപയോഗം ഉറപ്പുവരുത്തലും മലിന നിയന്ത്രണ ഉപാധികളുടെ ശരിയായ നടപ്പാക്കലും ആയിരിക്കും ഈ പറയുന്ന എൻവയൺമെന്റൽ മോണിറ്ററിംഗ് സെല്ലിന്റെ കർത്തവ്യം. എൻവയൺമെന്റൽ മോണിറ്ററിംഗ് പ്രോഗ്രാം, നമ്മളിതെല്ലാം ഈ പറയുന്ന എൻവയൺമെന്റൽ ഇമ്പാക്ട് ഐഡന്റിഫൈ ചെയ്തു, മിറ്റിഗേഷൻ മെഷേഴ്സ് സജസ്റ്റ് ചെയ്തു. ഇതെല്ലാം കൃത്യമായ രീതിയിലാണോ നടക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഈ പറയുന്ന പദ്ധതിയുടെ കൂടെ ഉണ്ടായിരിക്കും. മാത്രമല്ല എല്ലാ 6 മാസം ഇടവേളകളിലും വായുവിന്റെ ഗുണനിലവാരം, ശബ്ദത്തിന്റെ ഗുണനിലവാരം, വെള്ളത്തിന്റെ ഗുണനിലവാരം, മണ്ണിന്റെ ഗുണനിലവാരം, അതുപോലെ തന്നെ അവിടെയുള്ള ജൈവ വൈവിധ്യം ഇതെല്ലാം അതാത് സമയം അവലോകനം ചെയ്യുകയും മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റിന്റെ റീജിയണൽ ഓഫീസിലേക്കും ഇവിടുത്തെ സ്റ്റേറ്റ് ഓഫീസിലേക്കും കൃത്യമായ 6 മാസം ഇടവേളകളിൽ സമർപ്പിക്കുന്നതായിരിക്കും. ഇതെല്ലാം ഈ ഒരു പദ്ധതിയുടെ ട്രാൻസ്പെറൻസിയുടെ ഭാഗമാണ്. പദ്ധതി ചെലവ് കണക്കാക്കിയിട്ടുണ്ട്. ഏകദേശം 4,50,00,000 രൂപയാണ് പദ്ധതി ചെലവായി കണക്കാക്കിയിട്ടുള്ളത്. പദ്ധതി കൊണ്ടുള്ള പ്രധാനമായ നേട്ടം ഗ്രാമവാസികൾക്ക് സാമ്പത്തിക ധനാത്മക നേട്ടവും പ്രത്യക്ഷവും പരോക്ഷമായ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പാരിസ്ഥിതിക അനുഗുണവും ധനപരമായി ലാഭകരമായ നിർമ്മിതി. ഇത് ഈ ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള അനുബന്ധ കച്ചവട സ്ഥാപനങ്ങളുടെ വികസനം, അതുപോലെ തന്നെ ക്വാറിയുമായി ബന്ധപ്പെട്ട് അവിടെ വരാനുള്ള ആളുകൾക്കുള്ള ഹോട്ടലുകൾ, കടകൾ, കടകമ്പോളങ്ങളുടെ വികസനം, പിന്നെ CSR, CER എന്നിവയുടെ ഭാഗമായി ഉണ്ടാവുന്ന ആ പ്രദേശത്തിന് മൊത്തമായി ഉണ്ടാവുന്ന വികസനം എല്ലാം ഈ പദ്ധതിയുടെ നേട്ടമായി കണക്കാക്കാവുന്നതാണ്. താങ്ക് യു. ഈ ഹിയറിംഗ് നമുക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും മാസ്ക് നന്നായി ധരിക്കൂ. 2-3 ആൾ മാസ്ക് ഇല്ലാതെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രസന്റേഷൻ കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോകാം. So firstly, I would request local body representatives or political representatives to come up with their questions, comments or views. Local body representatives undo.
നമസ്കാരം. ഞാൻ മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 20 വർഷക്കാലമായി തുടർച്ചയായി ജനപ്രതിനിധിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എറണാകുളം ജില്ലയുടെ കൺവീനർ കൂടിയാണ്. ഇതിനു മുമ്പ് മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മറ്റൊരു കോറിയുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പൊതു തെളിവെടുപ്പിൽ പങ്കെടുക്കേണ്ടായിരുന്നു. തുടർന്നാണിപ്പോൾ പേര് ജോർജ് ഇടപ്പരത്തി. യുണൈറ്റഡ് ഗ്രാനൈറ്റ്സുമായി ബന്ധപ്പെട്ട ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുവെ വളരെ നല്ല നിലയിൽ ആണ് ഇത്തരം കോറികൾ പ്രവർത്തിച്ചു വരുന്നത് എന്നാണ് കഴിഞ്ഞ 20 വർഷക്കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാമൂഹ്യ ആഘാതങ്ങൾ ഉണ്ടാകാതെയും പൊതുജനങ്ങൾക്ക് മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാകാതെയും ആളുകളുടെ എല്ലാം സഹകരണത്തോടെയും ഒരു സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് ഈ കാലയളവിലുള്ള ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ കണക്കാക്കുമ്പോൾ തീർച്ചയായും ആ കാര്യത്തിൽ എനിക്ക് ആശങ്കയൊന്നും ഇല്ല. ഈ നാടിന്റെ സമഗ്രമായ വികസനത്തിന് കോറികളുടെ പ്രവർത്തനങ്ങൾ ഏറെ സഹായകരമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. തീർച്ചയായും അത് നമ്മുടെ നാടിന്റെ വികസനത്തിനാണ്. പക്ഷെ നമ്മുടെ നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിപാലിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകണം എന്നുള്ളതും തർക്കമറ്റ വസ്തുതയാണ്. അക്കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടും വളരെ ചിട്ടയായി പോകണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളിൽ പെട്ട ഒരു യുണൈറ്റഡ് ഗ്രാനൈറ്റ്സും അതുമായി അത്തരത്തിൽ തന്നെ കർശനമായ നിബന്ധനകളുടെയും പാരിസ്ഥിതിക ആഘാതങ്ങളൊന്നും ഇല്ലാതെയും പൊതുജനങ്ങളുമായി നന്നായി സഹകരിച്ചും എല്ലാം പോകുന്ന ഒരു സ്ഥാപനമാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്നുവരെയും 1-2 ചെറിയ കോറികളിലൊക്കെ അവരുടെ സ്ഥാപനത്തിലേക്കെല്ലാം ആളുകളുടെ പൊതുജന എതിർപ്പെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന സ്ഥാപനത്തിൽ അങ്ങനെയൊന്നും ഈ 20 വർഷക്കാലമായി യാതൊരു എതിർപ്പുകൾ വരികയോ അങ്ങോട്ട് വല്ല ധർണയോ സമരമോ മറ്റ് പ്രതിഷേധ പരിപാടികളോ സംഘടിപ്പിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായും ഇത്തരം പാരിസ്ഥിതിക ആഘാതമില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ പൊതുമുഖ്യധാരയിൽ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുകൂടിയാണ് എനിക്ക് അഭിപ്രായത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരം സ്ഥാപനങ്ങളുടെ വളർച്ച നമ്മുടെ അവിടെ മാത്രമല്ല, മഴുവന്നൂർ പഞ്ചായത്ത് മാത്രമല്ല, മെട്രോ ഉൾപ്പെടെ അതുപോലെ എയർപോർട്ട് ഉൾപ്പെടെ നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെ എല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിനും അത്യന്താപേക്ഷിതമായ മെറ്റീരിയലുകളാണ് ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അത് നമുക്ക് നാടിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥാപനങ്ങളുമാണ്. തീർച്ചയായും സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് മറ്റ് യാതൊരു പരാതികളും ആശങ്കയും എന്നെ സംബന്ധിച്ചോളം ഇല്ല എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് അരുൺ വാസു. ഞാൻ ഈ കോറി സ്ഥിതി ചെയ്യുന്ന മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ജനപ്രതിനിധിയായിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഈ കോറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസവും. ഈ കോറി കുറെ വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നതാണ്. യാതൊരുവിധ പാരിസ്ഥിതിക ആഘാതങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഒരു സമീപവാസി എന്ന നിലയിൽ തന്നെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ജോർജ് ഇടപ്പരത്തി പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു നാളിതുവരെ ഈ കോറിയോ ഈ കൃഷ്ണനെ സംബന്ധിച്ച് ഒരു പരാതിയും ഒരു കോണിൽ നിന്ന് പോലും ഉയർന്നു കേട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് ഇടപെട്ട് പോകുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഈ കോറിയുടേതുള്ളത്. കാരണം ഞങ്ങൾക്ക് ഈ കിട്ടുന്ന പണത്തിന്റെ പരിമിതിയൊക്കെ വരുമ്പോൾ ചില റോഡുകൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക്, തൊട്ടടുത്തുള്ള അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾക്ക്, അങ്ങനെ എല്ലാ മേഖലകളിലും ഇവരുടെ വലിയ സഹായങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഈ ഒരു കോറിയിൽ നിന്ന് മാത്രമല്ല, പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന മിക്ക കോറികളുടെ തന്നെ. അതുപോലെ തന്നെ ഈ കോറി അങ്ങനെ ജനവാസ മേഖലയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ല. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ഇതുപോലെയുള്ള ഈ പരിപാടികൾ വയ്ക്കുന്നത് വളരെയധികം സന്തോഷമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരാതി പറയുന്നതിനപ്പുറത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടിയുള്ള ഒരു വേദിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇത് അനുമതി ലഭിക്കുമ്പോഴും ഈ നാളെ ഇതുവരെ ഇവിടെ ചെയ്ത പോലെ നമ്മുടെ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട്
ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാം. നിങ്ങൾ ഈ മാനേജ്മെന്റിന്റെ സഹകരണം തുടർന്നും ഞങ്ങൾ നാട്ടുകാരും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഈ നമ്മുടെ യുണൈറ്റഡ് ഗ്രാനൈറ്റ്സ് അതിന് അനുമതി നൽകുന്നതിന് ആ നാട്ടിലെ പൊതുപ്രവർത്തകൻ എന്ന നിലയിലും തൊട്ടടുത്തുള്ള സമീപവാസി എന്ന നിലയിലും ഒരു മുൻ ജനപ്രതിനിധി എന്ന നിലയിലും യാതൊരുവിധ ആശങ്കയും ഇല്ല എന്ന് ഈ യോഗത്തെ അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓൺലൈനുള്ളവർക്ക് അഭിപ്രായം പറയാൻ സാധിക്കുമോ? നമസ്കാരം, എൻ്റെ പേര് ബിജു എം ജോർജ്. ഞാൻ ഈ യുണൈറ്റഡ് ഗ്രാനൈറ്റ്സിൻ്റെ അടുത്ത് സ്ഥിരതാമസമുള്ള ആളും അതിനോട് ചേർന്നുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയും കൂടിയാണ്. ഇപ്പോൾ ഇവിടെ ജനപ്രതിനിധികൾ പറഞ്ഞതുപോലെ ഇത്രയും വർഷമായി 10-20 വർഷമായിട്ട് ഇവർ ഇവിടെ ഖനനം നടത്തുകയും UG ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് ഏതൊരു ഒരു ഇതിനേക്കാളും വ്യത്യസ്തമായിട്ട് അവിടെ ഒരു റോഡിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളാരും ഒരു റിക്വസ്റ്റ് വെക്കാതെ തന്നെ മുൻകൈ എടുത്ത് അത് ക്രമീകരിച്ചു തരുന്നതും മറ്റുള്ള ചാരിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ഐഡിയലായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് മറ്റുള്ള കോറികൾക്ക് വളരെ ഐഡിയലായ അതല്ലെങ്കിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു കോറിയാണ് UG ഗ്രാനൈറ്റ്സ്. താങ്ക് യു. ഓൺലൈനായിട്ടുള്ളവർക്ക് അഭിപ്രായം പറയാൻ സാധിക്കും. മറുപടി പറഞ്ഞില്ല. ആരെങ്കിലും ഒന്ന് പറയാം? ഗൂഗിൾ മീറ്റിൽ ഉള്ളവർക്ക് അഭിപ്രായം പറഞ്ഞാൽ അവിടെ കേൾക്കുമോ? ഇത് ഫിസിക്കൽ മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളിന്റെ കമന്റ്സിന് ശേഷം നമുക്ക് ഓൺലൈൻ പാർട്ടിസിപ്പൻസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈൻ പാർട്ടിസിപ്പൻസ്. ഓക്കെ, 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. വാഴക്കുളം ബാസിൽ നിന്നാണ്. ഞാനൊരു എളിയ പരിസ്ഥിതി പ്രവർത്തകനാണ്. സാധാരണ ഇങ്ങനെയുള്ള സീറ്റിങ്ങിലെല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇവിടെ എനിക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത് സാധാരണ വലിയ കോലാഹലങ്ങളും എതിർപ്പുകളൊക്കെ കോറിക്ക് വേണ്ടി വരാറുണ്ട്. ഈ കോറിക്കെതിരെ അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കോറികൾക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചു കൊണ്ട് നടന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഘം നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. ഞാൻ അതിനെതിരെ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശരിക്കും അവൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അതവന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കോറികളിൽ വന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക, അതിനുവേണ്ടി പരാതി അയക്കുക, അവിടെ നിയമലംഘനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നടക്കുന്നു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ യുണൈറ്റഡ് കോറിയെ കുറിച്ച് ഈ ജനപ്രതിനിധികൾ പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഞാൻ പല സന്ദർഭങ്ങളിലും പല കോറികളും സന്ദർശിക്കാറുണ്ട്. നമ്മുടെ മലിനീകരണത്തിന്റെ കാര്യത്തിൽ, പൊടിയുടെ കാര്യത്തിൽ യുണൈറ്റഡ് കോറികൾ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഗേറ്റ് മുതൽ ആ കോറി വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും എപ്പോഴും നനഞ്ഞ കിടക്കുന്നു. ഒരു വാഹനം ഓടിയിട്ട് ഒരു പൊടിശല്യം അവിടെയില്ല. ആ കോറിയിൽ ചെന്ന് കണ്ടാൽ തന്നെ മറ്റുള്ള പല കോറികളിലും അഗാധമായ ഗർത്തങ്ങളാണ് വരുത്തി വെച്ചിരിക്കുന്നത്. അവിടെയൊന്നും ആരും തിരിഞ്ഞു നോക്കാനുമില്ല, ഒന്നുമില്ല. പക്ഷെ കറക്റ്റ് ബെഞ്ച് സിസ്റ്റം യുണൈറ്റഡ് കോറിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. കൃത്യമായി ബെഞ്ച് സിസ്റ്റത്തിൽ അത് പൊട്ടിച്ചു പോകുന്നു. ജനങ്ങളോടുള്ള പെരുമാറ്റം, സാമൂഹ്യ സേവന രംഗത്ത് നടത്തുന്ന മാതൃകാപരമായ പെരുമാറ്റമാണ്. മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് യുണൈറ്റഡ്. അതിൻ്റെ മാനേജരൊക്കെ മനുഷ്യരോട് ഇടപഴകുന്നത് വളരെ മനോഹരമായ രീതിയിലാണ്.
ഒരു സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ആരെയും അവിടെ നിന്ന് പറഞ്ഞയക്കാറില്ല. ആ കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഒരു വിഹിതം പൊതുജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ്. അപ്പം മറ്റു ക്വാറികളെ അപേക്ഷിച്ച് മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങൾ ഈ ക്വാറിക്കുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അപ്രസക്തമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് തീർച്ചയായും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രോത്സാഹനം നൽകുന്ന ഇതിന് അനുമതി നൽകാമെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻസ് കമന്റ്സ് ഉണ്ടോ? ഫിസിക്കലായിട്ട് അറ്റൻഡ് ചെയ്ത പാർട്ടിസിപ്പൻസ്ക്ക്? Okay, so we invite online participants to put in their comments or questions. Online participants, please switch on your mic and you can speak. നമസ്കാരം. എന്റെ പേര് അരുൺകുമാർ എന്നാണ്. ബിജെപിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി. ഇത്തരത്തിലൊരു ഹിയറിംഗിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ആദ്യം തന്നെ സന്തോഷം അറിയിക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു ക്വാറിയിൽ നിന്ന് ഒരു ക്വാറിയുടെ മിസിയില് അതില് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നും അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ആ ക്വാറിയിൽ നിന്ന് ക്വാറിയുടെ മാനേജറെ നേരിട്ട് തിരിച്ചറിയിക്കുന്നത്. സാധാരണ അത്തരത്തില് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമൂഹത്തെ അറിയിക്കാത്ത രീതിയിലാണ് എപ്പോഴും നടന്നിട്ടുള്ളത്. കാരണം മഴവന്നൂർ പഞ്ചായത്തില് ഈ വലമ്പൂർ പ്രദേശത്ത് നിരവധി ക്വാറികളുണ്ട്. പക്ഷേ ആ ക്വാറികളിൽ നിന്നും ഇത്തരം പരിപാടികൾ മറ്റൊരു ജനങ്ങളിലേക്കോ പൊതുജനങ്ങളിലേക്കോ രാഷ്ട്രീയ പ്രതിനിധികളിലേക്കോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ നിരവധി ക്വാറികളിൽ പല ക്വാറികളും സമൂഹത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ യുണൈറ്റഡ് ഗ്രാനൈറ്റ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഒരു പക്ഷേ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തല്ല ഈ ക്വാറി എന്നുള്ളതുകൊണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രദേശത്ത് നിന്ന് ഇന്ന് വരെ പൊതുസമൂഹത്തിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട പരാതി കിട്ടിയിട്ടില്ല. മാത്രമല്ല എന്തെങ്കിലും സമീപിക്കുമ്പോ അങ്ങനെ സമീപിക്കുന്ന സമയങ്ങളിൽ വളരെ സ്വാഗതാർഹമായിട്ടുള്ള നിലപാടാണ് ക്വാറി ഉടമസ്ഥരിൽ നിന്ന് ഉണ്ടാവാറുള്ളത്. പ്രദേശത്ത് നിരവധി ആളുകൾ അവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്, ജീവന മാർഗം നടത്തുന്നുണ്ട്. അതുകൊണ്ട് പൊതു വിഷയങ്ങളിൽ ഇവിടുത്തെ റോഡുമായി ബന്ധപ്പെട്ട് റോഡ് തകരുന്ന അവിടെ നിന്ന് അവര് അതിന് സാമ്പത്തിക സഹായം റോഡ് നന്നാക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. നിലവിലെ നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി ആണ് ഈ കോറി പോകുന്നതെന്നാണ് എനിക്ക് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതിൽ അത് സ്വാഗതാർഹമാണ് എന്നാണ് എനിക്കറിയാം. അവിടുത്തെ മാനേജർ മിസ്റ്റർ CR അദ്ദേഹത്തിന്റെ ഈ സമൂഹത്തോടും ജനങ്ങളോടും ഉള്ള ഇടപെടല് അത് മറ്റ് ക്വാറി സ്റ്റാഫുകള് ഉടമസ്ഥര് മാതൃകയാക്കേണ്ടതാണ്. നമസ്കാരം. ഹലോ കേൾക്കാമോ? കേൾക്കാം. ഇത് ഈ കോറി നന്നായി പ്രവർത്തിക്കുന്നു. സന്തോഷം. അതോടൊപ്പം നമുക്കത് മെയിലായി കൊടുത്തിട്ടുണ്ട്. അതായത് ഇവര് ഖനനം അതുകൊണ്ട് മുൻകാലത്താണെങ്കിൽ അത് പരിശോധിച്ച് ചെയ്തിരിക്കുന്നു കൊടുക്കാവുന്നു.
വോയിസ് ക്ലിയർ ഇല്ല, ഓഡിബിൾ ഇല്ല. കണക്റ്റഡ് ഉണ്ടോ? നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ്, വോയിസ് ക്ലിയർ ഇല്ല. വീണ്ടും പറഞ്ഞോളൂ. പോയി കട്ടായി പോയി. മറ്റേതെങ്കിലും കമന്റ്സ് ഉണ്ടോ? കാരണം കുറെ ആൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ആസ്ക്. ഇപ്പൊ ഈ ക്വയറിന്റെ പ്രതിനിധി ഉണ്ട്, സംശയമുണ്ടെങ്കിൽ അതും ചോദിച്ചാൽ മതി. കാരണം ഈ ഒരു അവസരമാണ്, അത് നിങ്ങൾ ഉപയോഗിക്കാം. ശരി, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. ഇപ്പൊ PCBന്റെ പ്രതിനിധി മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് വായിക്കാം. ആ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് നമുക്ക് സ്റ്റേറ്റിലേക്ക് അയക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിനേശ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പെരുമ്പാവൂർ ഓഫീസിലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ ആണ്. ഇപ്പോൾ എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്ന പബ്ലിക് ഹിയറിങ്ങിൻ്റെ മിനിറ്റ്സ് പബ്ലിക്കിന് മുന്നിൽ അവതരിപ്പിക്കുക. അത് ഈ നിയമത്തിൽ പറയുന്നതാണ്. പബ്ലിക് ഹിയറിങ് കഴിഞ്ഞ ശേഷം ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങുകൾ എല്ലാതും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓരോ ആളുകൾ സംസാരിച്ച വീഡിയോ ഓഡിയോ ഒക്കെ വയ്ക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവരും പറഞ്ഞിരുന്ന വിഷയങ്ങൾ നമ്മൾ മിനിറ്റ്സ് ആയിട്ടുണ്ട്. ആ മിനിറ്റ്സ് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് തന്നെ സ്റ്റേറ്റ് അസസ്മെന്റ് അതോറിറ്റിക്ക് അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കേട്ട കാര്യങ്ങളാണ് ഞാൻ ഒരു ചുരുങ്ങി പറയുന്നത്. യുണൈറ്റഡ് ഗ്രാനൈറ്റ്സ് മഴുവന്നൂർ എന്ന ബിൽഡിംഗ് സ്റ്റോൺ ക്വാറിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിയദർശിനി ഹാൾ ജില്ലാ പഞ്ചായത്ത് കാക്കനാട് എറണാകുളത്ത് വെച്ച് 18/3/2021 തീയതി നടത്തിയ പൊതു തെളിവെടുപ്പിന്റെ മിനിറ്റ്സാണ് വായിക്കുന്നത്. ബഹുമാനപ്പെട്ട അഫ്സാന പർവീൻ IAS ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ അവരുടെ അധ്യക്ഷതയിലാണ് ഹിയറിംഗ് 11:30 തന്നെ ആരംഭിച്ചു. കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ് എറണാകുളം മേഖല ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ MA ബൈജു യോഗത്തിൽ സംബന്ധിക്കെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്തു. തുടർന്ന് അഫ്സാന മാഡം പബ്ലിക് ഹിയറിംഗിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിച്ചുകൊണ്ട് യുണൈറ്റഡ് ഗ്രാനൈറ്റ് പ്രതിനിധിയോട് പദ്ധതി സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അവതരിപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. യുണൈറ്റഡ് ഗ്രാനൈറ്റിന്റെ കൺസൾട്ടന്റുകളായ ശ്രീ ദാമോദർ മുരുകേഷ്, ഡോക്ടർ ഹനീഷ് പണിക്കർ എന്നിവരാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചത്. അതിൻ്റെ ബ്രീഫായിട്ടുള്ളത് ഇത് പറയാം. കുന്നത്തുനാട് താലൂക്കിൽ മഴുവന്നൂർ വില്ലേജിൽ 4.734 ഹെക്ടറിലാണ് ഈ പറയുന്ന ക്വാറിയിങ് പ്രൊജക്ട് വരുന്നത്. ഈ നിയമപ്രകാരമാണ് പബ്ലിക് ഹിയറിംഗിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് പറഞ്ഞു. 25 കൊല്ലത്തിലേറെ പ്രവർത്തിക്കുന്ന ക്വാറിയുടെ വിപുലീകരണത്തിനാണ് പരിസ്ഥിതി അനുമതി തേടുന്നത്. മൈനർ ക്വാറിയുടെ വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. ആധുനിക ബ്ലാസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് പാറ പൊട്ടിക്കുന്നത് കൊണ്ട് പൊടിയുടെ അളവ് കുറവായിരിക്കുമെന്ന് അതിൻ്റെ ആമുഖമായിട്ട് ശ്രീ ദാമോദർ മുരുകേഷ് പറഞ്ഞു. 5 മീറ്റർ ആഴത്തിലും 3 മീറ്റർ വീതിയിലുമാണ് ഖനനം നടത്തുന്നത്. ആസ് പെർ റൂൾസ് മൈനിങ് നടത്തുന്ന പുതിയ നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമാണ്
മൈനിങ് നടത്തുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതിന് ഏറ്റവും അടുത്തുള്ള ദേശീയപാത 2.2 കിലോമീറ്ററിലും ഇതിന്റെ പദ്ധതി ചെലവ് 4.5 കോടിയാണെന്നും പറഞ്ഞു. മൈനിങ്ങിന്റെ കാലാവധി 17 വർഷമാണ്. ഈ 15 കിലോമീറ്ററിന് വൈൽഡ് ലൈഫ് സാങ്ച്വറിയോ മറ്റുള്ള ഇതുകൾ ഇല്ല എന്നത് പറഞ്ഞു. പിന്നെ പദ്ധതിയുടെ ആവശ്യകത വിവരിച്ചു. ഇപ്പൊ അടുത്തതായിട്ട് ഖനനം ചെയ്യുന്ന വിഭവങ്ങളുടെ പട്ടിക പറഞ്ഞിരുന്നു. എത്ര ടണ്ണാണ് അത് പൊട്ടിക്കുന്നത്, നിലവിൽ എത്ര പൊട്ടിച്ചിട്ടുണ്ട്, ഇനി എത്ര പൊട്ടിക്കാവുന്നതിനെ കുറിച്ചിട്ട് അത് പട്ടിക അതിൽ വളരെ ഭംഗിയായിട്ട് തന്നെ വിശദീകരിച്ചു. ഇതിൽ ഖനനം ചെയ്യാവുന്ന, അതായത് ഈ പറയുന്ന ലീസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ക്ലിയറൻസ് പ്രകാരം പൊട്ടിക്കാവുന്നതിന് 23.35 ലക്ഷം ടൺ ആണ് ഇവർ ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 1,40,40,000 ടൺ വെച്ചാണ് പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞു. അതിന് ഭൂപ്രകൃതിയെ കുറിച്ച് വിവരിച്ചു. അതിന്റെ ഖനന പ്രക്രിയ വിവരണം നൽകിയിരുന്നു. പിന്നെ ജല ആവശ്യകത, വാട്ടർ റിക്വയർമെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഏകദേശം 15 കിലോ ലിറ്റർ പെർ ഡേ വെള്ളം ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വരുന്ന ഡ്രെയിനേജ്, അവിടെ ഉണ്ടാകുന്ന മലിനജലം നിർഗമനിക്കുന്ന അതിന് മൈൻ ഡ്രെയിനേജിനെ കുറിച്ച് വിശദീകരിച്ചു. അവിടെ ഉപയോഗിക്കുന്ന എനർജി ആൻഡ് ഫ്യൂവൽ, ഏത് ഡീസൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടും അതിന്റെ റിക്വയർമെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. ലാൻഡ് യൂസ് പാറ്റേൺ, ഏത് രീതിയിലേക്കുമാണ് ഈ ക്വാറിയിങ് പ്രദേശത്തെ ഭൂമികളുടെ പാറ്റേൺ, ലാൻഡ് യൂസ് പാറ്റേൺ എങ്ങനെയാണെന്ന് വിശദീകരിച്ചു. മാനവശേഷിയെ കുറിച്ചിട്ട് അടുത്തതായിട്ട് പറഞ്ഞു. ഏകദേശം 23 പേർക്ക് തൊഴിൽ നൽകാവുന്ന സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വിഭാഗത്തിൽ പെട്ടതും കൂടുതൽ മാനേജ്മെന്റ് തലത്തിൽ പെട്ട് ഏകദേശം 23 പേർക്ക് തൊഴിൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞു. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അവിടുത്തെ കരമാലിന്യ നിർമ്മാർജ്ജനം ഏത് രീതിയിലാണെന്നതിനെ കുറിച്ചിട്ട് വിശദീകരിച്ചു. പിന്നെ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ്, ഏത് രീതിയിലുള്ള മെഷീനറികളാണ് എക്യുപ്മെന്റ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു വിശദീകരണം നൽകിയിരുന്നു. പിന്നെ ഇവരുടെ ബേസ് സ്റ്റഡി, അടിസ്ഥാന ഘടകങ്ങളുടെ പഠനവ്യാപ്തി, ബേസ് ലൈൻ സ്റ്റഡി എന്തൊക്കെയാണ് അവർ പഠിച്ചതെന്ന് വിശദീകരിച്ചു. ആ മൈക്രോമെറ്റീരിയോളജി, വാട്ടർ എൻവയോൺമെന്റ്, അതിൻ്റെ വായു എൻവയോൺമെന്റ്, സോളിഡ് എൻവയോൺമെന്റ്, ലാൻഡ് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ചിരുന്നു. പിന്നെ ഇതായിട്ട് പുനരധിവാസമോ പുനഃസ്ഥാപനമോ വരുന്നില്ല എന്നുള്ളത് വിശദീകരിച്ചു. ഇതിൽ ആൾതാമസമില്ലാത്ത ഏരിയ ആയ കാരണം അതിന്റെ ആവശ്യകത ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഗ്രീൻ ബെൽറ്റ് ഡെവലപ്മെന്റ്, ഏകദേശം 3500 സാപ്ലിങ്സ് അവിടെ വെക്കുന്നെന്നും അതിന് വേണ്ടിയിട്ട് ഇത്ര സ്ഥലം വെച്ചിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് വിശദീകരിച്ചു. ഇതിൽ നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ എന്തിനെ കുറിച്ച് നോയ്സ് എൻവയോൺമെന്റും അതിനു വേണ്ട മിറ്റിഗേഷൻ മെഷേഴ്സ് എന്തെല്ലാം എടുക്കുന്നതിനെ കുറിച്ചിട്ടും കൺസൾട്ടന്റ് വിശദീകരിച്ചു. പിന്നെ ഇതിനെക്കുറിച്ച് ഈ പറയുന്ന എൻവയോൺമെന്റ് മോണിറ്ററിംഗ് പ്രോഗ്രാം അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻവയോൺമെന്റ് മാനേജ്മെന്റ് സെല്ല് രൂപീകരിക്കുമെന്നും അത് കൃത്യമായിട്ട് ഈ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങളോ അല്ലെങ്കിൽ അതിന്റെ എയറിന്റെ ക്വാളിറ്റി, വാട്ടറിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നതിനുള്ള സെല്ല് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ കോർപ്പറേറ്റ് പാരിസ്ഥിതിക ഉത്തരവാദിത്വം എന്താണെന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ചു. അവസാനമായിട്ട് ഈ പദ്ധതി കൊണ്ടുള്ള നേട്ടങ്ങളെ കുറിച്ചിട്ടും വിശദീകരിച്ചുകൊണ്ട് പ്രൊജക്ട് പ്രൊപ്പോണന്റിന്റെ കൺസൾട്ടന്റ് അവരുടെ പ്രസന്റേഷൻ അവസാനിപ്പിച്ചു. അതിനുശേഷം ഇതിൽ ഈ ഹിയറിംഗിൽ പങ്കെടുത്ത വ്യക്തികളിൽ നിന്ന് അഭിപ്രായങ്ങൾ പറയുന്നതിന് മാഡം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ അവരുടെ ഇതനുസരിച്ചിട്ടാണ്, പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് അതിൽ പങ്കെടുത്തത്. ആദ്യമായി പങ്കെടുത്തത് ഇടതുപക്ഷ ജില്ലാ കൺവീനർ ജോർജ് ഇടപ്പറ്റി. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മഴവന്നൂർ പഞ്ചായത്തിൽ ആ പ്രദേശത്തുള്ള കോറികളെല്ലാതും മിക്കവാറും എല്ലാ കോറികളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കോറികളാണ്. അത് സാമൂഹ്യ ജനസഹകരണത്തോടു കൂടി തന്നെയാണ് ഈ കോറികളൊക്കെ പ്രവർത്തിക്കുന്നതും. അത് അവരായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ വളരെ കുറവാണ്. നാടിന്റെ വികസനത്തിന് കോറികൾ ആവശ്യമായതുകൊണ്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വേണം ഇതിന് പ്രവർത്തനാനുമതി നൽകുന്നതിനും പ്രവർത്തിക്കേണ്ടതും. പാരിസ്ഥിതിക ആഘാതമില്ലാതെ തന്നെ പ്രവർത്തിക്കണം. അടിസ്ഥാന വികസനത്തിന് കോറികളുടെ പ്രവർത്തനം ആവശ്യമായതുകൊണ്ട് ഈ കോറി വരുന്നതിന് അദ്ദേഹം സ്വാഗതം ചെയ്തു. അടുത്തായി പറഞ്ഞത് ശ്രീ അരുൺ വാസു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു, പരിസരവാസി കൂടിയാണ്. അദ്ദേഹം ഏകദേശം 20 കൊല്ലത്തോളമായിട്ട് പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ കോറിയെ കുറിച്ചിട്ട് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല, ആഘാതങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ പരാതികൾക്ക് അടിസ്ഥാനമില്ലാതെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പൊതുജന പ്രശ്നങ്ങളിൽ വേണ്ടി നന്നായി ഇടപെട്ട്
അതിനുവേണ്ട സഹായങ്ങളെല്ലാതും നൽകുന്ന ഒരു മാനേജ്മെന്റ് തന്നെയാണ്. നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അത് നിയമപരമായിട്ട് അനുമതി നൽകുന്നതിന് അദ്ദേഹം അനുകൂലിച്ചത്. അടുത്തത് ശ്രീ ബിജു എം ജോർജ്. അദ്ദേഹം ഈ കോറിയുടെ ആയിട്ട് അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയും റെസിഡന്റ് അസോസിയേഷന്റെ പ്രതിനിധിയുമാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡുകൾ നന്നാക്കുന്നതിനും ചാരിറ്റി പ്രവർത്തനത്തിനും എല്ലാതും ഈ മാനേജ്മെന്റ് നല്ല സഹകരണമാണ്. ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് കൃത്യമായിട്ട് രീതിയിൽ അതിലിടപെട്ട് വേണ്ട സഹായങ്ങളൊക്കെ ഈ റോഡ് നന്നാക്കുന്നതിനും അല്ലെങ്കിൽ ചാരിറ്റി ആക്ടിവിറ്റീസിനും എല്ലാതും ഇടപെടുന്ന ഒരു കമ്പനിയാണ്. മാതൃകപരമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹവും ഈ പറയുന്ന പ്രൊജക്റ്റിനെ അനുകൂലിച്ച് തന്നെയാണ് സംസാരിച്ചത്. അടുത്തതായി ശ്രീ വാഴക്കുളം ബാസിയാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം ഈ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പേരിൽ കുറേ സംഘടനകൾ ഈ ഇൻഡസ്ട്രീസിനും ഈ പറയുന്ന കോറികൾ കർഷകരിലേക്ക് ചൂഷണം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അദ്ദേഹം ആ വിഭാഗത്തിൽ പെട്ടതല്ല. വളരെ ഇതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് അവരിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ യുണൈറ്റഡ് ഗ്രാനൈറ്റ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കോറിയാണ്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ പൊടി ഈശല്യം ഒഴിവാക്കുന്നതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും കൃത്യമായിട്ട് ഏത് സമയത്ത് അവിടെ കയറി ചെല്ലുമ്പോഴും നനച്ചിടുന്നത് കൊണ്ട് പൊടിശല്യം ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. ബെഞ്ച് സിസ്റ്റം കൃത്യമായിട്ട് നൽകി പ്രവർത്തിക്കുന്ന കോറിയാണ്. അതുമാത്രമല്ല ചാരിറ്റബിൾ ആക്ടിവിറ്റീസിലൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു കോറിയുമാണ്, മാനേജ്മെന്റാണ്. അതുകൊണ്ട് അനുമതി നൽകാവുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവിടെ സന്നിഹിതരായിരുന്ന വ്യക്തികളിൽ നിന്ന് ഇത്രയാണ് വന്നത്. പിന്നെ നമുക്ക് വന്നത് ഓൺലൈൻ സൂം മീറ്റിംഗിൽ പങ്കെടുത്തേക്കുന്നതിൽ അദ്ദേഹം ആദ്യമായിട്ട് BJPയുടെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അരുൺകുമാറാണ് പറഞ്ഞത്. അദ്ദേഹം ഇതിൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന്റെ സന്തോഷം അറിയിച്ചു. അതുമാത്രമല്ല ഇങ്ങനൊരു ഹിയറിംഗ് ഉള്ള വിവരം കമ്പനി പ്രതിനിധി നേരിട്ട് തന്നെ അറിയിച്ചിട്ട് പല കമ്പനികളും ഇങ്ങനത്തെ ഒരു ഹിയറിങ്ങോ പബ്ലിക് ഹിയറിംഗോ ഇതൊക്കെ നടക്കുമ്പോൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ജനപ്രതിനിധികളെയോ അതായത് പരിസരവാസികളെയൊന്നും അറിയിക്കാതെ നടത്തുന്നുള്ള പ്രവണതയാണ്. അതിന് വിരുദ്ധമായിട്ട് കമ്പനി മാനേജർ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതിനെതിരെ അധികം പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ്. അതിന് പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുന്നിൽ തന്നെയാണ് നിയമാനുസൃതമായിട്ട് കോറിക്കുള്ള പാരിസ്ഥിതിക അനുമതി നൽകാവുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് ശ്രീ സെയ്തു KM ആണ് പറഞ്ഞിരുന്നത്. അദ്ദേഹവും പറഞ്ഞത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോറിയാണ്. അദ്ദേഹം ഇതിനെ കുറിച്ചിട്ട് പരാതികളൊന്നും ഉന്നയിച്ചിട്ടില്ല. നിയമാനുസൃതമായിട്ടുള്ള അനുമതി നൽകാവുന്നതാണെന്നാണ് അദ്ദേഹവും പറഞ്ഞത്. ഇത്രയും പേരാണ് ഇതായിട്ട് ബന്ധപ്പെട്ട ഇതിൽ ഇടപെട്ട് സംസാരിച്ച വ്യക്തികളും ഇതാണ്. ഇതിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കാനത് അപ്പൊ ഓക്കെ, താങ്ക് യു. ഈ പബ്ലിക് ഹിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ റിട്ടൺ ആയിട്ട് എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ടോ എന്തെങ്കിലും രേഖകൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, കൂടാതെ ഒരു കോൺട്രാക്ടർ കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺട്രാക്ടേഴ്സിന്റെ കാര്യങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. മഴവണ്ടി പഞ്ചായത്തില് 8-10ഓളം കോറികളും ക്രഷറുകളും ഉണ്ട്. അതിലിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രഷറാണ് ഈ യുണൈറ്റഡ് ഗ്രാനൈറ്റ്സ്. അവിടെ നിന്ന് ഒത്തിരി മെറ്റീരിയൽസ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അത് നിർത്തിയിട്ടിട്ട് കുറെ നാളുകളായി. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കോറി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ കോറിയും നിർത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസിന്റെ വളരെ ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ പൊള്ളാച്ചിയിൽ നിന്നാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് റബിള് കൊണ്ടുവന്നത്. മഴവണ്ടി പഞ്ചായത്തിലും നമ്മുടെ എറണാകുളം ജില്ലയിലും വേണ്ടത്ര
കല്ല് ഉൽപ്പാദിപ്പിക്കാനുള്ളത് കൊണ്ട് ഉള്ള സൗകര്യം ഉണ്ടായിട്ടും നമ്മൾ അകലെ നിന്ന് കൊണ്ടുവരേണ്ടി വരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു ഇതൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പേരെന്തെന്ന് പറഞ്ഞു? ഇത് വായിക്കണോ? അവസാനമായിട്ട് ഇപ്പൊ സംസാരിച്ചത് ശ്രീ മാത്യു ആണ്. മാത്യു കോൺട്രാക്ടറും മഴവന്നൂർ നിവാസിയുമാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ആ കോറി ഇപ്പൊ നിന്ന് കിടക്കുന്നത് കൊണ്ട്, മഴവന്നൂരത്തെ പല കോറികൾ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് മെറ്റീരിയൽസിന്റെ ലഭ്യത വളരെ കുറവായതുകൊണ്ട് അവര് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ മെറ്റീരിയൽസ് കൊണ്ടുവന്നത്. അത് ഒഴിവാക്കിയിട്ട് എത്രയും വേഗം ഇതിന് അനുമതി നൽകി അത് ഇവർക്ക് എളുപ്പത്തിൽ കോൺട്രാക്ടേഴ്സിന് മറ്റുള്ള കോൺട്രാക്ട് റോഡ് വർക്കിനും മറ്റുള്ള അതിനുള്ള മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോ ഇനി ഇതായിട്ട് പങ്കെടുത്ത എല്ലാവരുടെ കാര്യങ്ങൾ ഇത് വായിച്ചു. അതിലെന്തെങ്കിലും കുറവുകൾ ഇതുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിട്ട് നമ്മൾ ഇത് അല്ലാതെ ഒന്നും കൂടി കറക്റ്റ് ചെയ്ത് ഇതിപ്പോ ഞാൻ മാത്രം എഴുതിയേക്കുന്നതാണ്, ബാക്കിയുള്ള മിനിറ്റ്സും കൂടിയും എല്ലാതും ഏകോപിപ്പിച്ചിട്ട് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലും ഇംഗ്ലീഷിലും ആക്കിയിട്ട് തന്നെ ആ മിനിറ്റ്സ് ഇവിടെ നിന്ന് ഒപ്പിടിപ്പിച്ച് മേഡത്തിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് സംസ്ഥാന SCA അതായത് അഗാധ പഠന അതോറിറ്റിയുടെ മുന്നിൽ നമ്മൾ നൽകും. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഡിസിഷൻ വരുന്നത്. ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റോൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങുകൾ ഇതിന്റെ മിനിറ്റ്സ് എല്ലാതും തയ്യാറാക്കി അതായിട്ട് ലഭിച്ചിരുന്ന പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടേക്ക് ഫോർവേഡ് ചെയ്യുക. ഫൈനൽ ഡിസിഷൻ വരുന്നത് ഇവിടെയാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ മറുപടി പ്രശ്നമായിട്ട് പറയുകയാണ്, നമ്മൾ മീറ്റിംഗ് തീരാറായി. നമ്മൾ കൃത്യസമയത്ത് തന്നെ 11 തന്നെ നമ്മളിവിടെ ആരംഭിച്ചു. അതിനു മുന്നേ തന്നെ പബ്ലിക്കൊക്കെ എത്തിയിരുന്നു. മാഡം കൃത്യസമയം തന്നെ പാലിച്ച് എത്തിയിരുന്നു. പല പബ്ലിക് ഹിയറിംഗിലും നമ്മുടെ ടൈം ഡിലേ വരുന്നത്, നമ്മൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണത് 12 മണി വരെയൊക്കെയുള്ള ഡിലേകൾ വന്നിട്ടുണ്ട്. നമ്മൾ 2 മണി 3 മണി വരെയൊക്കെ പബ്ലിക് ഹിയറിംഗ് ഒക്കെ നീണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും. ഇവിടെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പറയേണ്ട കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കിൽ തന്നെയാണ് പറഞ്ഞത്. അതിൽ വളരെ തൃപ്തിയുണ്ട്. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത്, ഇതിൽ അധ്യക്ഷത വഹിക്കാമെന്ന് പറഞ്ഞ മാഡത്തിന്റെ വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇന്നലെ വൈകിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങളെ അയക്സ് ചെയ്ത് വന്നിട്ട് മാഡത്തിന് ബ്രീഫ് ചെയ്തത്. പക്ഷെ മാഡം വളരെ ഇതിൽ തന്നെയായിട്ട് അതിലെ പ്രസിദ്ധകളൊക്കെ കേട്ട് മനസ്സിലാക്കി എല്ലാത്തിനും നല്ല സഹകരണത്തോടു കൂടി കൃത്യസമയം നിങ്ങളൊന്നും പേടിക്കേണ്ട, കൃത്യസമയത്ത് തന്നെ ഞാനിവിടെ എത്തിച്ചേരാം, അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് പറഞ്ഞേക്കെ ആദ്യം മാഡത്തിന് തന്നെ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ ബൈജു സാറ് ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആണ്. സാറ് ഇപ്പോൾ ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആവുന്നതിന് മുന്നേ 3-4 കൊല്ലത്തോളം പെരുമ്പാവൂർ ഓഫീസിന്റെ ചാർജ് ആയിരുന്നു. സാറിന് ഈ മേഖലയെ കുറിച്ച്, മഴവന്നൂർ മേഖലയെ കുറിച്ചിട്ടൊക്കെയും സ്ഥിര പരിചയമുള്ളതാണ്. അവിടെയുള്ള കോറികളെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചിട്ടൊക്കെയും വ്യക്തമായിട്ടുള്ള ധാരണയുള്ളതാണ്. ബൈജു സാറും കൃത്യസമയത്തല്ല 11 മണിക്ക് നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് 10:45-11 മണിയാകുമ്പോഴേക്കും അദ്ദേഹവും എത്തി. ബൈജു സാറിനും ഈ തിരക്കിന്റെ ഇടയിലും ഇത് വളരെ നന്നായി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ബൈജു സാറിനും നന്ദി പറയുന്നു. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ റീജിയണൽ ഓഫീസിൽ നിന്നുള്ള പ്രതിനിധികൾ, പെരുമ്പാവൂർ ജില്ലാ ഓഫീസിൽ നിന്നുള്ള AXC ഉൾപ്പെടെയുള്ള സ്റ്റാഫ്, മറ്റ് എല്ലാ സ്റ്റാഫുകളും ഇതിനു വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്ന് എല്ലാതും അറേഞ്ച് ചെയ്യുന്നതിനും എല്ലാത്തിനും മുൻകൈയെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും താങ്ക്സ് എന്ന് പറയുന്നു. അടുത്തതായിട്ട് പ്രൊജക്ട് പ്രൊപ്പോണന്റ് ഇത് അവതരിപ്പിച്ച അവർക്ക് തന്നെ ഒരു നന്ദി പറയാണ്. അവരും ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സമയത്തിന് തന്നെ പ്രൊജക്ട് പ്രൊപ്പോണന്റും അതിന്റെ കൺസൾട്ടൻസുമാരും എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. അവർക്കും നന്ദി പറയുന്നു. പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ വന്നിരുന്നു, അയൽവാസികൾ വന്നിരുന്നു, ഇതിന്റെ പരിസരവാസികളതും മറ്റു പരിസ്ഥിതി പ്രവർത്തകരത് വന്നിരുന്നു. എല്ലാവരും വളരെ
വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് ഈ പബ്ലിക് ഹിയറിംഗ് വിജയമാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് അവർക്ക് തന്നെയാണ്. അവർക്കും എല്ലാ വിധത്തിലും ബോർഡിന്റെ പേരിലും ഞങ്ങൾ മറ്റു സ്റ്റാഫിന്റെ പേരിലും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.